ഡൽഹിയിലെ ഒരു വൈകുന്നേര സമയം മുകളിലെ ആകാശത്ത് 349 ആളുകളുമായി പോയിക്കൊണ്ടിരുന്ന രണ്ട് വിമാനങ്ങൾ അറിയാതെ പരസ്പരം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതിൽ ഒരു വിമാനം ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോവുകയായിരുന്നു, മറ്റൊന്ന് ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതായിരുന്നു. രണ്ട് വിമാനങ്ങളിലെയും പൈലറ്റുമാർ ഒരേ എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നത്. അവർ തമ്മിലുള്ള ഉയരത്തിൽ 1000 അടി വ്യത്യാസവും നിശ്ചയിച്ചിരുന്നു. എന്നാൽ 1000 അടി വ്യത്യാസത്തിൽ പരസ്പരം കടന്നുപോകേണ്ടിയിരുന്ന ആ വിമാനങ്ങൾ പറക്കുന്നതിനിടെ എങ്ങനെയോ പരസ്പരം കൂട്ടിയിടിച്ചു. എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ആരായിരുന്നു ഇതിന് ഉത്തരവാദി? രണ്ട് പൈലറ്റുമാരും എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അവർക്കിടയിൽ കൃത്യമായ അകലം നിലനിർത്തുകയും ചെയ്തെങ്കിൽ ഇത്രയും വലിയ ആകാശത്ത് അവർ എങ്ങനെ കൂട്ടിയിടിച്ചു? ലോകം ഇന്നും വേഴ്സ്റ്റ് മിഡ് എയർ കൊളീഷൻ എന്ന് വിളിക്കുന്ന, ആരെയും നടുക്കുന്ന ഒരു വിമാന അപകടത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ വീഡിയോ. ഓരോ മിനിറ്റിലും ആകാശത്ത് 15,000 മുതൽ 25,000 വരെ വിമാനങ്ങൾ പറക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഫ്ലൈറ്റ് റഡാർ പ്രകാരം മൊത്തം വിമാനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകമെമ്പാടും പ്രതിദിനം 1,00,000-ലധികം വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു: എപ്പോഴും ആകാശത്ത് ഇത്രയധികം വിമാനങ്ങൾ ഉണ്ടെങ്കിൽ അവ എന്തുകൊണ്ടാണ് പരസ്പരം കൂട്ടിയിടിക്കാത്തത്? ഇതിനുള്ള ഉത്തരം എയർ ട്രാഫിക് കൺട്രോളറും ആകാശത്ത് നിർമ്മിച്ചിരിക്കുന്ന എയർവേകളുമാണ്. ഭൂമിയിൽ ഹൈവേകൾ ഉള്ളതുപോലെ തന്നെ ആകാശത്തും സാങ്കല്പികമായ എയർവേകളുണ്ട്. എയർ ട്രാഫിക് കൺട്രോളർമാർ ഓരോ വിമാനങ്ങളെയും വ്യത്യസ്ത നിയമങ്ങളുള്ള ആ എയർവേകളിലൂടെയാണ് നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് UM68 എന്ന എയർവേ യൂറോപ്പിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്നു. ഈ എയർവേയിൽ ഈസ്റ്റ് ബൗണ്ടായ, അതായത് യൂറോപ്പിൽ നിന്ന് ദുബായ് വഴി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും പോകുന്ന വിമാനങ്ങളുടെ ഉയരം ഒറ്റ സംഖ്യകളിലായിരിക്കും നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് 35,000 അടി, 37,000 അടി, 39,000 അടി എന്നിങ്ങനെ. ഇതേ എയർവേയിലൂടെ വെസ്റ്റ് ബൗണ്ടായ, അതായത് തിരിച്ച് യൂറോപ്പിലേക്ക് പോകുന്ന വിമാനങ്ങളുടെ ഉയരം ഇരട്ട സംഖ്യകളിലായിരിക്കും. ഉദാഹരണത്തിന് 34,000 അടി, 36,000 അടി, 38,000 അടി എന്നിങ്ങനെ. ഉയരത്തെക്കുറിച്ചുള്ള ഈ നിർദ്ദേശങ്ങൾ പൈലറ്റുമാർക്ക് നൽകുന്നത് ആ പ്രദേശത്തെ എയർ ട്രാഫിക് കൺട്രോളർ അല്ലെങ്കിൽ ATC ആണ്. ഇങ്ങനെ ആയിരക്കണക്കിന് വിമാനങ്ങൾ എപ്പോഴും ഈ ഫ്ലൈറ്റ് ലെവലുകൾ ഉപയോഗിച്ച് 1000 അല്ലെങ്കിൽ 2000 അടി വ്യത്യാസത്തിൽ സുരക്ഷിതമായി പരസ്പരം കടന്നുപോകുന്നു. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. എന്നാൽ 1996 നവംബർ 12 വൈകുന്നേരം ഡൽഹി നഗരത്തിന് മുകളിൽ യാത്രക്കാർ നിറഞ്ഞ രണ്ട് വിമാനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കാൻ എന്താണ് സംഭവിച്ചത്? ഇതിലൊരു വിമാനം കസാക്കിസ്ഥാൻ എയർലൈനിന്റെ ഇല്യൂഷൻ 766 ആയിരുന്നു. അത് കസാക്കിസ്ഥാനിലെ ഷിംകെൻഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:55 ടേക്ക് ഓഫ് ചെയ്തു. 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. ഇതൊരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇതിൽ 27 യാത്രക്കാരും 10 ക്രൂ അംഗങ്ങളും ഉണ്ടായിരുന്നു. വ്യാപാര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പോകുന്ന വ്യാപാരികളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. മറുവശത്ത് സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് 747 ഇതേ സമയം ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നു. ഇതിന് വീണ്ടും യാത്രക്കാരെ കയറ്റി വൈകുന്നേരം 6 മണിക്ക് ജിദ്ദയിലേക്ക് തിരിക്കേണ്ടതായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളായിരുന്നു. സൗദി വിമാനത്തിൽ ആകെ 312 പേരുണ്ടായിരുന്നു. 289 യാത്രക്കാരും 23 ക്രൂ അംഗങ്ങളും. യഥാർത്ഥത്തിൽ ഈ രണ്ട് വിമാനങ്ങളും പരസ്പരം കണ്ടിട്ടുകൂടിയില്ല. അവരുടെ തുടക്കവും ലക്ഷ്യസ്ഥാനവും വ്യത്യസ്തമായിരുന്നു. എന്നാൽ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിഭീകരമായ രീതിയിൽ കണ്ടുമുട്ടാൻ പോവുകയാണെന്ന് ആ 349 പേരും അറിഞ്ഞിരുന്നില്ല. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞ് 6:23 കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1907 ലുംക വേ പോയിന്റിലെത്തി. റോഡുകളിലെ ജംഗ്ഷനുകൾ അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടുകൾ പോലെയാണ് ഈ വേ പോയിന്റുകൾ പ്രവർത്തിക്കുന്നത്. വ്യത്യസ്ത ദിശകളിൽ നിന്ന് വരുന്ന എയർവേകൾ പരസ്പരം മുറിച്ചു കടക്കുന്ന പോയിന്റിനെയാണ് സാധാരണയായി വേ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു സാങ്കല്പികമായ പോയിന്റാണ്. ഇവിടെ നിന്ന് വിമാനങ്ങൾക്ക് തിരിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ രണ്ട് എയർവേകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഒന്ന് കസാക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഇന്റർനാഷണൽ എയർവേ. അതിലൂടെയാണ് ഫ്ലൈറ്റ് 1907 ഇന്ത്യയിലേക്ക് വന്നത്. മറ്റൊന്ന് G452 അല്ലെങ്കിൽ ഗോൾഫ് 452 എന്നറിയപ്പെടുന്ന എയർവേ. ഇന്ത്യയെയും ചൈനയെയും ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എയർവേ ആണിത്. ഇതിലൂടെയാണ് സൗദി അറേബ്യൻസിന് ഡൽഹിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകേണ്ടിയിരുന്നത്. ഈ രണ്ട് എയർവേകളും ഹരിയാനയിൽ വെച്ച് പരസ്പരം മുറിച്ചു കടക്കുന്നു. ഈ പോയിന്റിനെയാണ് ലുംക വേ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് പടിഞ്ഞാറ് ദിശയിൽ 128 കിലോമീറ്റർ അകലെയാണ്. ഈ രണ്ട് എയർവേകളിലും സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് ഡൽഹിയിൽ ലാൻഡ് ചെയ്യണമെങ്കിൽ ലുംക വേ പോയിന്റിൽ നിന്ന് ഡൽഹി സ്റ്റാർ എന്നറിയപ്പെടുന്ന മറ്റൊരു ചെറിയ എയർവേയിലേക്ക് പ്രവേശിക്കണം. 6:33 കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1907 ലുംക വേ പോയിന്റിൽ എത്തിയപ്പോൾ അവരുടെ ക്രൂ ഡൽഹി ATCയുമായി ബന്ധപ്പെടുകയും ഡൽഹി സ്റ്റാർ റൂട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ചോദിക്കുകയും ചെയ്തു.
ആ സമയത്ത് അവരുടെ ഉയരം 25,000 അടിയായിരുന്നു. ഡൽഹി ATC അവർക്ക് ഫ്ലൈറ്റ് ലെവൽ 200 അല്ലെങ്കിൽ 20,000 അടിയിലേക്ക് ഇറങ്ങാൻ അനുമതി നൽകി. ഇപ്പോൾ ഫ്ലൈറ്റ് 1907 ഇന്റർനാഷണൽ എയർവേയിൽ നിന്ന് മാറി ഡൽഹി സ്റ്റാറിലേക്ക് പ്രവേശിച്ചും അവരുടെ ഉയരം 20,000 അടിയിലേക്ക് കുറച്ചുമെത്തുന്നു. ഇതേ സമയം 6:32 സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് 747 ഫ്ലൈറ്റ് SV763 ഡൽഹി എയർ ട്രാഫിക് കൺട്രോളറുടെ അനുമതി കിട്ടിയതിനെ തുടർന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഇതിന്റെ ക്യാപ്റ്റൻ 44 വയസ്സുകാരനായ ഖാലിദ് അൽ ഷുബൈലിയായിരുന്നു. ഫസ്റ്റ് ഓഫീസർ 39 വയസ്സുകാരനായ നസീർ ഖാനുമായിരുന്നു. ഫ്ലൈറ്റ് എഞ്ചിനീയർ 36 വയസ്സുകാരനായ അഹമ്മദ് ഇദ്രിസുമായിരുന്നു. സൗദി അറേബ്യൻ എയർലൈൻസിന്റെ ഈ ക്രൂ നല്ല ഫ്രഷ് ആയിരുന്നു. അതായത് 70 മണിക്കൂർ വിശ്രമത്തിന് ശേഷമുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. ടേക്ക് ഓഫിന് ശേഷം ATC സൗദി വിമാനത്തിന് 10,000 അടി വരെ ഉയരാൻ അനുമതി നൽകി. അപ്പോൾ കസാക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് 137 കിലോമീറ്റർ അകലെയായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യനും ഡൽഹി സ്റ്റാർ റൂട്ടിലൂടെ ലുങ്ക വേ പോയിന്റിലേക്ക് പോകേണ്ടിയിരുന്നു. കസാക്കിസ്ഥാൻ എയർലൈൻസും ഡൽഹി സ്റ്റാറിലൂടെ തന്നെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരികയുമായിരുന്നു. ഈ രണ്ട് വിമാനങ്ങളും ഡൽഹി ATCയിലെ VK ദത്ത എന്ന ഒരേ കൺട്രോളറുമായാണ് സംസാരിച്ചിരുന്നത്. ഇവ രണ്ടും പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ ദത്തയ്ക്ക് ചെയ്യേണ്ടിയിരുന്നത് ഡൽഹി സ്റ്റാർ റൂട്ടിൽ ഇവയെ 2 വ്യത്യസ്ത ഉയരങ്ങളിൽ നിലനിർത്തുക എന്നതായിരുന്നു. 6:34 ദത്ത കസാക്ക് വിമാനത്തിന് 15,000 അടിയിലേക്ക് ഇറങ്ങാൻ അനുമതി നൽകി. ആ സമയം അവർ ഡൽഹിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയായിരുന്നു. 2 മിനിറ്റിന് ശേഷം 6:36 ദത്ത സൗദി വിമാനത്തിന് നേരത്തെ 10,000 അടിയിലായിരുന്നത് 14,000 അടി വരെ ഉയരാൻ അനുമതി നൽകി. 2 വിമാനങ്ങളും ഡൽഹി സ്റ്റാർ പാതയിൽ നേർക്കുനേരെ വരികയായിരുന്നു. എന്നാൽ 1000 അടി വ്യത്യാസത്തിൽ. വൈകുന്നേരം 6:38 സൗദി ക്രൂ മെമ്പേഴ്സ് തങ്ങൾ 14,000 അടിയിലെത്തിയെന്ന് ദത്തയെ അറിയിച്ചു. കൂടുതൽ ഉയരത്തിലേക്ക് പോകാൻ അനുമതി ചോദിച്ചു. എന്നാൽ അവർക്ക് മുൻപിലൂടെ കസാക്ക് വിമാനം 1000 അടി ഉയര വ്യത്യാസത്തിൽ മുകളിലൂടെ കടന്നു പോകേണ്ടതിനാൽ VK ദത്ത സൗദി വിമാനത്തോട് തൽക്കാലം 14,000 അടിയിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. ഇതിന് സൗദി വിമാനത്തിന് ഫസ്റ്റ് ഓഫീസർ മറുപടി പറഞ്ഞു, സൗദി SV763 വിൽ മെയിൻറ്റെയിൻ 140, അതായത് 14,000 അടി. ഇപ്പോൾ നമ്മൾ കസാക്കിസ്ഥാൻ എയർലൈൻ ക്രൂവിനെ കുറിച്ച് ഒരു കാര്യം അറിയേണ്ടത് പ്രധാനമാണ്. ഇതിൽ 44 വയസ്സുകാരനായ ക്യാപ്റ്റൻ, 36 വയസ്സുകാരനായ ഫസ്റ്റ് ഓഫീസർ, 50 വയസ്സുകാരനായ ഫ്ലൈറ്റ് എഞ്ചിനീയർ, 51 വയസ്സുകാരനായ നാവിഗേറ്റർ എന്നിവർക്ക് പുറമെ ഏറ്റവും പ്രധാനമായി 41 വയസ്സുകാരനായ റേഡിയോ ഓപ്പറേറ്ററും ഉണ്ടായിരുന്നു. ഈ വിമാനത്തിൽ റേഡിയോ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നതിന്റെ കാരണം ക്രൂ മെമ്പേഴ്സിന് റഷ്യൻ ഭാഷ മാത്രമേ അറിയുകയായിരുന്നുള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ ATC നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിലാണ് നൽകുന്നത്. ഈ ഇംഗ്ലീഷ് നിർദ്ദേശങ്ങൾ റഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നതായിരുന്നു റേഡിയോ ഓപ്പറേറ്ററുടെ ജോലി. വൈകുന്നേരം 6:39 കസാക്ക് വിമാനം തങ്ങൾ 15,000 അടിയിലേക്ക് ഇറങ്ങിയതായി റിപ്പോർട്ട് ചെയ്തു. ആ സമയം VK ദത്ത അവരോട് ഇപ്രകാരം പറഞ്ഞു: Identified traffic 12 o'clock. Reciprocal Saudi Boeing 747 at 10 miles. Likely to cross in another 5 miles. Report if in sight. ഇതിന്റെ അർത്ഥം, നിങ്ങളുടെ നേരെ മുൻപിലായി സൗദി എയർലൈൻസിന്റെ ഒരു ബോയിംഗ് 747 എതിർ ദിശയിൽ വരുന്നുണ്ട്. അത് നിങ്ങളിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ, അതായത് 18.5 കിലോമീറ്റർ അകലെയാണ്. ഇനി ഏകദേശം അടുത്ത 5 നോട്ടിക്കൽ മൈലിനുള്ളിൽ അത് നിങ്ങളെ കടന്നുപോകും. ആ വിമാനം നിങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടാൽ വിവരമറിയിക്കുക എന്നതാണ്. എന്നാൽ കസാക്ക് വിമാനത്തിലെ റേഡിയോ ഓപ്പറേറ്റർക്ക് ഈ സന്ദേശം കൃത്യമായി മനസ്സിലായില്ല. അതിനാൽ അദ്ദേഹം വ്യക്തത ആവശ്യപ്പെട്ടു. അപ്പോൾ ദത്ത മറുപടി നൽകി: Traffic is at 8 miles, level 140. അതായത് 8 നോട്ടിക്കൽ മൈൽ അകലെ 14,000 അടി ഉയരത്തിൽ ഒരു വിമാനമുണ്ട്. ഇത് കേട്ട് കസാക്ക് റേഡിയോ ഓപ്പറേറ്റർ പറഞ്ഞു: Acknowledge the update. Now looking 1907. അതായത് അദ്ദേഹം ആ കാര്യം മനസ്സിലാക്കിയെന്ന്. ഈ സന്ദേശം വന്ന് 1/2 മിനിറ്റ് പോലും കഴിയുന്നതിന് മുൻപ് ATCയിൽ മറ്റൊരു സന്ദേശം ലഭിച്ചു. US എയർഫോഴ്സിന്റെ ഒരു കാർഗോ ഫ്ലൈറ്റും ആ പരിസരത്തുണ്ടായിരുന്നു. തങ്ങളുടെ മുൻപിൽ വലിയൊരു സ്ഫോടനം കണ്ടതായി അവർ ഡൽഹി ATCയെ അറിയിച്ചു. ദത്ത ഉടൻ തന്നെ സൗദി കസാക്ക് വിമാനങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല. നിർഭാഗ്യവശാൽ ആ 2 വിമാനങ്ങളും പരസ്പരം കൂട്ടിയിടിച്ചിരുന്നു. കസാക്ക് വിമാനത്തിന്റെ ഇടത് ചിറക് സൗദി വിമാനത്തിന്റെ ഇടത് ചിറകിൽ തട്ടി 2ന്റെയും ചിറകുകൾ മുറിഞ്ഞുപോയി. ബോയിംഗ് 747 കറങ്ങിക്കൊണ്ട് താഴേക്ക് പതിച്ചു. ചിറകിൽ നിന്ന് തീ ഉയരുന്നുണ്ടായിരുന്നു. ആകാശത്ത് വെച്ച് തന്നെ വിമാനം 2ആയി പിളർന്ന് സൂപ്പർസോണിക് വേഗതയിൽ ഹരിയാനയിലെ ധാനി ഗ്രാമത്തിൽ വീണു. കസാക്കിസ്ഥാൻ വിമാനം ചിറകിന്റെ പകുതിയും വേർട്ടിക്കൽ സ്റ്റെബിലൈസറും നഷ്ടപ്പെട്ട് ഹരിയാനയിലെ വിരോഹർ ഗ്രാമത്തിൽ പതിച്ചു. ഹൃദയഭേദകമായ ഈ അപകടത്തിൽ 2 വിമാനങ്ങളിലുമായി ഉണ്ടായിരുന്ന 349 പേരിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ഈ വാർത്ത ലോകത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി. പ്രാദേശിക അന്തർദേശീയ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറഞ്ഞു.
എല്ലാവരുടെയും നാവിലുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു: രണ്ടുപേരും തമ്മിൽ 1000 അടി ഉയരവ്യത്യാസമുണ്ടായിരുന്നിട്ടും എങ്ങനെ കൂട്ടിയിടിച്ചു? അന്വേഷണത്തിൽ തെളിഞ്ഞത് വൈകുന്നേരം 6:39-ന് കസാക്ക് വിമാനം തങ്ങൾ 15000 അടിയിലാണെന്ന് ATCയോട് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവർ 16348 അടിയിലായിരുന്നു എന്നാണ്. അവർ തുടർച്ചയായി താഴേക്കിറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. 15000 അടി എന്ന സന്ദേശം റേഡിയോ ഓപ്പറേറ്റർ തെറ്റായി പകർത്തിയതാണോ അതോ ക്യാപ്റ്റൻ ശരിയായി മനസ്സിലാക്കാത്തതാണോ എന്ന് വ്യക്തമല്ല. എന്നാൽ 15000 അടിയിൽ നിൽക്കേണ്ടിയിരുന്ന ക്യാപ്റ്റൻ വിമാനത്തെ 14000 അടിയിലേക്ക് ഇറക്കി, അതായത് സൗദി വിമാനത്തിന്റെ അതേ നിരപ്പിലേക്ക്. കസാക്ക് പൈലറ്റ് 15000 അടി എന്ന നിർദ്ദേശം കേട്ടുകാണും, പക്ഷേ അവിടെ നിൽക്കണമെന്ന കാര്യം മനസ്സിലാക്കാത്തതാകാം കാരണം. കൂടാതെ ഇംഗ്ലീഷ് സന്ദേശം റഷ്യനിലേക്ക് വിവർത്തനം ചെയ്യാനെടുക്കുന്ന സമയവും ഒരു തടസ്സമായി. ദത്ത സൗദി വിമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റേഡിയോ ഓപ്പറേറ്റർക്ക് അത് ആദ്യ തവണ മനസ്സിലായില്ല. രണ്ടാമത്തെ തവണ മനസ്സിലായപ്പോഴേക്കും അത് പൈലറ്റിലേക്ക് എത്താനും നടപടിയെടുക്കാനുമുള്ള സമയം വൈകിപ്പോയി. അന്വേഷണത്തിൽ ATCയുടെ ഭാഗത്തും ചില വീഴ്ചകൾ കണ്ടെത്തി. ഒരേ പാതയിൽ 2 വിമാനങ്ങൾ വിപരീത ദിശയിൽ വരുമ്പോൾ അവർ തമ്മിൽ 2000 അടി ഉയരവ്യത്യാസം വേണം. എന്നാൽ ദത്ത ഔദ്യോഗികമായി 1000 അടി ഉയരവ്യത്യാസം മാത്രമേ നൽകിയിട്ടുള്ളൂ. കൂടാതെ ആ സമയത്ത് ഡൽഹി ATC റഡാറിൽ വിമാനങ്ങൾ തമ്മിലുള്ള ദൂരം കാണിക്കുമായിരുന്നു, എങ്കിലും അവയുടെ ഉയരം കൃത്യമായി കണ്ടെത്താനുള്ള സംവിധാനമില്ലായിരുന്നു. ഈ അപകടം വ്യോമയാന മേഖലയിൽ പല പുതിയ നിയമങ്ങൾക്കും കാരണമായി. അതിലൊന്നാണ് TCAS ട്രാഫിക് കൊലീഷൻ അവോയ്ഡൻസ് സിസ്റ്റം നിർബന്ധമാക്കിയത്. വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് തടയാൻ സഹായിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമാണിത്. അപകടത്തിന് ശേഷം എല്ലാ വലിയ കൊമേഴ്സ്യൽ വിമാനങ്ങളിലും TCAS നിർബന്ധമാക്കി. കൂടാതെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എല്ലാ പൈലറ്റുമാർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നിർബന്ധമാക്കി. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും പുതിയ റഡാർ സംവിധാനങ്ങൾ നിർബന്ധമാക്കി. അവ വിമാനങ്ങൾ തമ്മിലുള്ള ദൂരം മാത്രമല്ല, അവയുടെ ഉയരവും കൂടി കണക്കാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കമന്റുകൾക്ക് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.